guys, welcome back to my channel. My name is Reema. ഇത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈക്ക ഹോൾ വീഡിയോ ആണ്. അധികം ഒന്നും സാധനങ്ങളില്ല, കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ്. കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് തീർന്നു പോയപ്പോൾ ഞാൻ കുറച്ച് റീസ്റ്റോക്ക് കൂടെ ചെയ്തു. അങ്ങനത്തെ കുറേ ഐറ്റംസ് അതാണെന്ന് തോന്നുന്നു കൂടുതലും ഉള്ളത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡോക്ടർ ഷെത്തിൻ്റെ സാലിസിലിക് ആസിഡ് നീം ബോഡി വാഷ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂസ് കേൾക്കുകയാണ്. നമ്മുടെ ബോഡി ആക്നെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ബോഡി ആക്നെ ഉണ്ട്. അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. സാലിസിലിക് ആസിഡ് അല്ലെങ്കിലും നമ്മുടെ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുകൾക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആണ് നീം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നല്ലതായിരിക്കും. ഇതിൽ വന്നിരിക്കുന്ന 1% സാലിസിലിക് ആസിഡും 2% ലാക്റ്റിക് ആസിഡുമാണ്. ഡോക്ടർ ഷെത്ത് എന്തായാലും നല്ലൊരു ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ ഒരു ഹെയർ ക്ലെൻസറാണ്. ഇതെനിക്ക് കുറേ നാളായിട്ട് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ബിറ്റർ ഓറഞ്ച് ആൻഡ് സിന്നമൺ ഹെയർ ക്ലെൻസറാണ് വരുന്നില്ല. ഇങ്ങനെയാണ് കേട്ടോ ബോട്ടിലിരിക്കുന്നത്. നല്ലൊരു പാക്കേജിങ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ പാക്കേജിങ് മാത്രമല്ല, അവരുടെ സ്മെൽ ഓറഞ്ചിൻ്റെ അതേ സ്മെല്ലാണ്. ഒഫീഷ്യലി ഓറഞ്ചാണ് ഇതിൻ്റെ. ബിറ്റർ ഓറഞ്ച് ആൻഡ് സിന്നമൺ ആണ് മെയിൻലി ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എന്തായാലും ഓറഞ്ചിൻ്റെ സ്മെല്ല് വരും. പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിട്രിക് സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മുടെ OG പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു 5 years ബാക്ക് തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഇബ്സ്കിന്നിൻ്റെ വൈറ്റമിൻ C സിറമാണ്. ഇത് കൊറിയൻ ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഈ ബോട്ടിലിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1190 ആണ്. ഈ ഒരു ബോട്ടിലിന് വരുന്ന റേറ്റ് ഇച്ചിരി എക്സ്പെൻസീവ് സൈഡിലാണ് എങ്കിലും പക്ഷെ നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈറ്റമിൻ C സിറം ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സിറമാണിത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് ഞാൻ മേടിച്ചത്. ഇത് നമ്മുടെ LA ഗേളിൻ്റെ പ്രോമാറ്റ് ഹൈ ഡെഫിനിഷൻ ലോങ് വെയർ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. മീൻസ് LA ഗേളിൻ്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, പണ്ട് മുതലേ നമുക്ക് അറിയാവുന്നതാണ്. LA ഗേൾ എന്ന് പറയുന്നത് നല്ലൊരു മേക്കപ്പ് ബ്രാൻഡാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. നമ്മൾ എപ്പോഴും മേടിക്കുന്ന പോലെ ഫൗണ്ടേഷൻ എനിക്ക് ഇതുവരെ ഓൺലൈനിൽ തെറ്റിപ്പോകാറില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് കുറച്ച് ഫെയർ സ്കിന്നിൻ്റെ ആയിപ്പോയി ഈ ഒരു ഷെയ്ഡ് വന്നിട്ട്. ഇത് ഷെയ്ഡ് വരുന്നത് ബേജ് ആണ് കേട്ടോ. എനിക്ക് കുറച്ച് ലൈറ്റ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ബ്ലിൻ്റെ 16 hour ഫിറ്റ് മീ 332 നമ്പറാണ് മേടിച്ചേക്കുന്നത്. ഇത് കുറച്ച് ഡാർക്കാണ്, എൻ്റെ സ്കിൻ ടോണിൽ നിന്ന് കുറച്ച് ഡാർക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പം എന്തായാലും സെക്കൻഡ് ഷെയ്ഡ് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് കുറച്ച് വാം ടോണാണ്, ഇത് കുറച്ച് ഫെയർ ആയിപ്പോയി. ലൈക്ക് ഒരു ന്യൂട്രൽ ഫെയർ ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓക്കെ ആകുമായിരിക്കും. അപ്പോൾ അങ്ങനെ 2 പ്രൊഡക്ട്സ് ആണ് മേടിച്ചത് നമ്മൾ. ഇനി നമ്മുടെ ലാക്മേയുടെ 9 to 5 ലിപ്സ്റ്റിക്കാണ് നമ്മൾ മേടിച്ചത്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാ, എന്തോ ഒരു ബ്രിക്കായിരുന്നു എന്ന് എനിക്കറിയാം. ബ്രിക്ക് ബ്ലൂം എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് നെയിം. ഞാൻ ഇട്ടിരിക്കുന്നത് ആ ഷെയ്ഡാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സച്ച് എ ലവ്ലി ഷെയ്ഡ്. കണ്ട, ഇതൊരു നല്ല ബ്രൗണും ബ്രിക്ക് കളറും കൂടെ റെഡും കൂടെ മിക്സ് ആയ ഒരു കളറാണ്. ഇന്ത്യൻ സ്കിൻ ടോണിന്, ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് അങ്ങ് ഡള്ളാക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സറ്റിലായിട്ട് നിൽക്കുന്നുണ്ട്, എന്നാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നൊരു ഫീലും വരുന്നുണ്ട്. പിന്നെ വി ആർ ബാക്ക് ടു അവർ സ്കിൻ കെയർ പ്രോഡക്റ്റ്. ഇത് നമ്മുടെ ഡോക്ടർ ഷെത്തിൻ്റെ തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എന്ന് തന്നെ ഇപ്പോൾ പറയാം. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതിൽ ഒട്ടും വൈറ്റ് കാസ്റ്റ് വരുത്തുന്നില്ല കേട്ടോ. പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും ചെയ്യും. എല്ലാവരും പറയുന്നുണ്ട് വൈറ്റ് കാസ്റ്റ് ഉള്ള ടൈപ്പ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ആക്ച്വലി പ്രൊട്ടക്ഷൻ തരുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ ഇത് അധികം നമുക്കങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ധൃതി പിടിച്ച് അങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. അതുമല്ല ഇതിനകത്ത് SPF 50+ PA+++ ഉണ്ട്. വൈറ്റമിൻ C സൺസ്ക്രീൻ എല്ലാം ഉണ്ട്. മിക്കത് നമുക്ക് വേണ്ടതെല്ലാം ഈ ഒരു സൺസ്ക്രീനിലുണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് ഹൈപ്പുള്ള ഒരു സംഭവമാണ് ഒരു ബി ബോഡി വൈസിൻ്റെ AHA BHA എൻട്രാം റോൾ-ഓൺ ആണ്. ഇത് ഗൈസ് ഞാനിപ്പം സെക്കൻഡ് പർച്ചേസാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിന് നമ്മളെ ഓർഡർ ഫ്രീ ആക്കും. ഭയങ്കര ഫ്രാഗ്രൻസ് ആണെന്നല്ല, പക്ഷെ ഓർഡർ ഫ്രീ ആയിട്ട് നമ്മളെ ഫുൾ ഡേ വെക്കും. അപ്പം അങ്ങനെ എനിക്ക് നോക്കുമ്പം നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് തോന്നുന്നത്. അതുമല്ല
കെമിക്കൽസും മീൻസ് ഹാർഷ് കെമിക്കൽസും കുറവാണ്. നെക്സ്റ്റ് വീണ്ടും നമ്മുടെ ഒരു OG പ്രൊഡക്റ്റ് ലൈക്ക് ഇതിപ്പോൾ ഞാൻ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ വീണ്ടും റീപർച്ചേസ് ചെയ്യും. കാരണം വേറെ ഏത് കൺസീലർ യൂസ് ചെയ്താലും ഇതിൻ്റെ അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ബ്ലെൻഡിങ് ആ ഒരു ഫീൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രത്യേക ഫീലാണ് ഇത് യൂസ് ചെയ്യുമ്പം. ആ ഒരു ഫീൽ എന്തായാലും ബാക്കിയുള്ള കൺസീലേഴ്സിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു പോയിട്ട് ഇത് തന്നെ പർച്ചേസ് ചെയ്യും. പിന്നെ വീണ്ടും നമ്മുടെ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ പ്രസ്ഡ് പൗഡറാണ് കേട്ടോ. ഇത് ഷെയ്ഡ് നമ്പർ പൗഡർ വാനില ആണ് ഈ ഷെയ്ഡ്. നമ്മുടെ ഒരു 2014-13 കാലഘട്ടമാണ് കേട്ടോ. ലൈക്ക് നമ്മുടെ ബെഥനി മോട്ടയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയം. എനിക്ക് യൂട്യൂബ് ഞാൻ തുടങ്ങാൻ കാരണം തന്നെ ബെഥനി മോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബറാണ്. എനിക്ക് ആ സമയത്ത് അറിയത്തില്ല ഇതിനകത്തൊന്നും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഒരു ഡ്രീം ആയിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അതിൻ്റെ ആ സമയത്ത് ബെഥനി മോട്ടയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പിന്നെ മിഷേൽ ഫാൻ, ഒബ്വിയസ്ലി മിഷേൽ ഫാൻ മറക്കാനേ പറ്റില്ല പുള്ളിക്കാരിയെ. അപ്പം ഇവർ രണ്ടുപേരും നമുക്ക് പറയാം OG ശരിക്കും യൂട്യൂബേഴ്സിൻ്റെ തരംഗം സൃഷ്ടിച്ചവരാന്ന് തന്നെ പറയാം. ഗേൾസിനെ കേട്ടോ, ബോയ്സിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ഗേൾസിൻ്റെ ലൈക്ക് ഫേവറേറ്റ് യൂട്യൂബേഴ്സ്. അപ്പം ആൾ യൂസ് ചെയ്തിരുന്ന മോർഫിയുടെ പാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഐഷാഡോ പാലറ്റ്. അപ്പം അന്ന് തൊട്ടേ മോർഫിയുടെ എന്തെങ്കിലും മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മേടിച്ചാണ്, ഇപ്പോഴാണ് മേടിക്കുന്നത്. ഇത് അവരുടെ മെഗാ മാറ്റ് സൂപ്പർ മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. സിംഗ്ലാസ് എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ സിംഗിളല്ല, എന്നാലും കുഴപ്പമില്ല, ഞാൻ മേടിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇത് നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ഫെയർ ആയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, എന്നാലും കുറച്ച് വാഷ്ഡ് ഔട്ട് ആക്കും നമ്മളെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാർക്ക് ഒരു ബ്രൗൺ ലൈനർ വെച്ച് വരച്ചിട്ട് നമുക്ക് എന്നിട്ടൊന്ന് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, അത്രേ പറ്റത്തുള്ളൂ. ഭയങ്കരമായിട്ട് ഇങ്ങനെ വാരി വരച്ചിടാൻ പറ്റത്തില്ല അത്, ബിക്കോസ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടത്. നെക്സ്റ്റ് വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് സാധാരണ നമ്മുടെ പണ്ടത്തെ ഐബ്രോ പെൻസിൽ ഇങ്ങനെ നമ്മൾ എഴുതത്തില്ലായിരുന്നു പണ്ട്, നമ്മുടെ അമ്മമാരൊക്കെ എഴുതി തന്നിരുന്ന ടൈമിലത്തെ പോലത്തെ. അതും ആ കുഞ്ഞി ബ്രഷും. ഇതെനിക്ക് എന്തോ കണ്ടപ്പോൾ വേണമെന്ന് തോന്നി, അപ്പോൾ അങ്ങനെ ഇങ്ങനെ മേടിച്ചെന്നേ ഉള്ളൂ. സ്വിസ് ബ്യൂട്ടിയുടെ ആയിരുന്നു കേട്ടോ. 94 അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ ഇതിന് പ്രൈസ് വരുന്നത്. പിന്നെ ഈ ഒരു ബ്രാൻഡ് ഞാൻ കേട്ടോളൂ, ഇതെനിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സാൻഫ് ആണോ സാൻഫേ ആണോ എന്നറിയത്തില്ല. ഇത് നമ്മുടെ ഫോർഹെഡും ചിന്നും നോസ് സ്ട്രിപ്പും കൂടാണ് കേട്ടോ, എല്ലാം കൂടിയാണ്. കുറച്ച് സ്ട്രിപ്പിനകത്ത് നമ്മുടെ ഡീപ് ക്ലെൻസിങ് ചിൻ ആൻഡ് ഫോർഹെഡ് സ്ട്രിപ്സ് ഉണ്ടാവും, ചിലതിൽ നോസ് സ്ട്രിപ്പ് മാത്രം ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 18 യൂണിറ്റ്സ് ഉണ്ട്. എനിക്ക് നോർമലി ഈ ഒരു ഭാഗത്ത് ചിന്നിൻ്റെ ഭാഗത്തും ഇവിടെ എപ്പോഴും എന്താ പറയുക വൈറ്റ് ഹെഡ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇത് എന്തായാലും നല്ലൊരു ഹെൽപ്ഫുൾ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി, അതാണ് ഞാൻ മേടിച്ചത്. ഈ ബ്രാൻഡിൻ്റെ ഫേസ് റൈസേഴ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് നമ്മുടെ പ്ലഷിൻ്റെ, നമ്മുടെ പാഡിൻ്റെ ബ്രാൻഡാണല്ലോ പ്ലഷ്, അതിൻ്റെ തന്നെ ഹെയർ റിമൂവൽ ക്രീമാണ്. ഇത് പാരബൻ ഫ്രീ ആണ്, സ്കിൻ ഫ്രണ്ട്ലി ഫോർമുലയാണ്, പെയിൻ ഫ്രീ ഹെയർ റിമൂവൽ, എൻറിച്ച്ഡ് വിത്ത് ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി വീറ്റൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒരു സ്പാച്ചുല ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അത് തേക്കുക, എന്നിട്ട് എന്താ പറയുന്നത് ഷേവ് ചെയ്തെടുക്കുന്ന പോലെ അത് വെച്ച് സ്പാച്ചുല വെച്ചെടുക്കുക. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. അപ്പോഴത്തേക്കിന് നമ്മുടെ ഹെയർ ഇങ്ങനെ മൊത്തം റിമൂവ് ആയിക്കോളും, അത് മൊത്തം ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അൺട്രാൻസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. റേസർ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക്, അലർജി ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ എന്താ പറയുക സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്ട്സ്. പിന്നെ കുറച്ച് ഫ്രീബീസ് നമുക്ക് നൈക്ക കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര സാധനങ്ങൾ കൂടുതൽ ഫ്രീബീസ് ആണെന്ന് തോന്നുന്നു. ഇത് അവിടെ എലഗളിൻ്റെ ഒരു ലിപ്പ് ഓയിൽ എനിക്ക് കിട്ടിയായിരുന്നു. ഇത് ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി ഞാനത് എന്തായാലും ഫുൾ ബോട്ടിൽ എന്തായാലും മേടിക്കും. ഇത് ഫ്രീ സാമ്പിൾ സൈസാണ്. നമുക്ക് എന്ത് ക്യൂട്ടാണെന്ന്, ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ സ്പാച്ചിലൊക്കെ കണ്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു ഫ്രീ ആയിട്ട് തന്നതാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര നല്ലൊരു ഫ്രീബി ആയിട്ട് തോന്നി കേട്ടോ. ഫുൾ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ, ഇത്രയും പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഫ്രീബിയാണ് കേട്ടോ. ഇത് അവരുടെ റോസ് വാട്ടറിൻ്റെ സാമ്പിളാണ്. ഇത് ഞങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫുൾ ആക്ച്വൽ പ്രൊഡക്റ്റ് മേടിക്കാം. ഇത് നമുക്ക് റീയൂസ് ചെയ്യാം, കാരണം ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട്. സച്ച് ക്യൂട്ട് പാക്കേജിങ്, നല്ലൊരു മണമാണ്. പിന്നെ അവർ ഒരു ഫേഷ്യൽ ക്ലെൻസറിൻ്റെ സാഷ ഇതുപോലെ തന്നായിരുന്നു. പിന്നെ ബോബി ബ്രൗണിൻ്റെ ഒരു ചെറിയ സാഷ ഇതുപോലെ തന്നെ. അവരുടെ വൈറ്റമിൻ എൻറിച്ച്ഡ് ഫേസ് ബേസ്ഡ്, ഇതെനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സാഷ കിട്ടിയതുകൊണ്ട് നമുക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം.
അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ നൈക്കിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. I hope you guys enjoyed this video. If you did, please give it a thumbs up and subscribe to my channel.